സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. വർഷ ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു കസിനാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇതിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ 50,000 ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80,000 കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും അത് 10 മാസം കൊണ്ട് അത് ദിവസം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ പൈസ കയറിക്കൊണ്ടായിരിക്കും. അത് 10 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ പൈസ 80,000 നിങ്ങൾക്ക് വരും എന്നാണ്. അപ്പം നമുക്ക് മരുന്നൊക്കെ വാങ്ങുകയും ചെയ്യാം എന്നുള്ള നിലക്ക് ആദ്യം ഒരു 50,000 രൂപ ഇട്ട് ആ 50,000 ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു 6,000 രൂപയും കൂടെ ഇടണം. അതിപ്പോൾ 2 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലമായി അങ്ങനെ അതിട്ട് അത് എന്തായാലും ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൈസ അങ്ങനെ വന്നുകൊണ്ട് നിന്ന്. അപ്പോൾ പൈസ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഒരു 2-3 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ 3 ലക്ഷം ഇട്ട് ഞങ്ങൾ 3 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ദിവസം 2,720 വരും. നിങ്ങൾക്ക് 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 5,10,000 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുറച്ചിങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് പൈസ ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ഇങ്ങനെ ഒരു 4-5 മാസം ആ പൈസ അങ്ങനെ വന്ന് പിന്നെ പെട്ടെന്ന് പൈസ നിന്ന്. ഈ പൈസ അങ്ങനെ കൊടുത്തതിനെ കൊണ്ട് വീട് വരെ നഷ്ടമായി. ഒരാൾ നമ്മളെ കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ ഒരു ഭർത്താവ് ഇങ്ങനെ തൂങ്ങി മരിച്ച് എല്ലാവരും പല പ്രതിസന്ധികൾ. എന്നിട്ട് ഇപ്പോൾ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. വേറെ പുതിയ ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. അതുപോലെ ഓൾറെഡി ഓല് പൊട്ടിക്കെടുക്കുന്ന സമയത്ത് തന്നെ പിന്നും ആൾക്കാരോട് പൈസ വാങ്ങി. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നമുള്ള സമയത്തും ഓല് പേര് മാറ്റിയിട്ട് ഇത് നമ്മൾ സ്പർശ ഗോൾഡ് മുഖാന്തരമാണ് പൈസ അടിച്ചത്. ഇപ്പോൾ വേറെ റോയൽ പാസിന എന്താ ഒരു പേരിലൂടെ ഇപ്പോൾ വേറെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഈ MD അവിടെ ഉണ്ട്. MD ഇതുവരെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഹോട്ടൽക്കാർ പോലുമായിട്ട് എന്താ ബന്ധമുണ്ട്. അതുകൊണ്ട് MD ഇതുവരെ നമ്മളെ മുന്നിൽ പെട്ടില്ല. പോലീസുകാർ മുഖാന്തരം നമ്മളെ പുറത്താക്കി. അത് എൻ്റെ മകൾ ഞങ്ങളൊന്നും അറിയാതെ അവൾക്ക് കൊടുത്ത സ്വർണം വിറ്റിട്ട് 3 ലക്ഷം രൂപ ഇട്ട്. അപ്പോൾ പിന്നെ അവളെ ഭർത്താവ് കള്ളുടിച്ച് വന്നിട്ട് അവളെ അടിച്ച് ഞങ്ങളെ വീട്ടിൽ കൊടുന്നാക്കി. അപ്പോൾ മാനസികമായ അച്ഛനാണ്. അച്ഛന് സഹിക്കാൻ പറ്റാതായപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചു. ഇതുവരെ ആ പൈസ കിട്ടിയില്ലാതെ അവളെ വീട്ടിൽ ചെല്ലണ്ടെന്നാ പറയുന്നത്. ഞങ്ങളോട് ഇട്ട പൈസ ഡബിൾ നിങ്ങൾക്ക് ആക്കി തരാന്ന് പറഞ്ഞിട്ട് പാവങ്ങളെക്കൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്കും ഒരു വീട്ടുണ്ടായിക്കോട്ടെ, അവർക്കും കുറച്ച് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിൽ വന്നത്. പക്ഷെ ഞങ്ങൾക്കും ഇല്ല, കൊടുത്ത അവർക്കും ഇല്ല. ഇത് മുങ്ങി നടക്കുകയാണ്. അവരെ പൊക്കല് ഞങ്ങൾ അത്യാവശ്യമാണ്. 17 പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത മാസം 10 ദിവസം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഇതാക്കില്ല. ഞാൻ ഒരു 3 ആളെ പോയിട്ട് ഞങ്ങൾ റൂമിലിട്ടിട്ട് പൂട്ടിയിട്ട് മെയിൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇവിടെ എറണാകുളം എന്റെ പോക്കറ്റിന് എന്റെ പൈസ വരെ അവരടിച്ച് മാറ്റിയിട്ടുണ്ട്. ഉവൈസ് പറഞ്ഞ ആള് എന്റെ പോക്കറ്റിന് പൈസ വരെ എടുത്തിട്ടുണ്ട്. ഉവൈസ് സോഫിയ പറഞ്ഞ 2 പേരാണ്.